പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തിലെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊന്നും പൊതുവെ വലിയ സിനിമകളൊന്നും റിലീസ് ചെയ്യാത്ത കാലമാണ്. ഒരുപക്ഷെ ജനുവരിയിലൊക്കെ ചില സിനിമകളൊക്കെ പൊങ്കലൊക്കെ ആയിട്ട് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് പൊങ്കൽ റിലീഫൊക്കെ ഒത്തിരി കാണും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു പഞ്ഞമാസത്തിൻ്റെ പ്രതീതിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ പരീക്ഷാകാലമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എനിക്കൊന്ന് ഓണത്തെക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തു നോക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് വിഷുക്കാലത്താണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴയൊന്നുമില്ല, പ്രത്യേകിച്ച് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് കുടുംബങ്ങളൊക്കെ തിയേറ്ററിൽ പോകുന്നൊരു സമയമാണ്. അതുതന്നെയാണ് നമ്മൾ വളരെയധികം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വിഷുക്കാലത്ത് മലയാള സിനിമയിലെ നിരവധി ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ദൃശ്യം 3 തന്നെയാണ്. ദൃശ്യം 3യെ പറ്റി എനിക്ക് തോന്നുന്നു വളരെയധികം ഗ്യാരണ്ടിയുള്ള ചിത്രമാണ്. കാരണം അതിൻ്റെ ജയപരാജയങ്ങളൊന്നും അതിനെ ബാധിക്കാതെ പോകുന്നൊരു ചിത്രമാണ്. കാരണം ഇതിൻ്റെ 3ാം പാർട്ട് ഒരുപക്ഷെ വൻ വിജയമാവുകയാണെങ്കിൽ ഒരുപക്ഷെ 4ാം പാർട്ടിനെ പറ്റി ചിന്തിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈ പാർട്ട് കൊണ്ട് നിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രമേലെ ജോർജ് കുട്ടിയും ദൃശ്യവും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഏപ്രിൽ മാസം 9-ാം തീയതി മലയാളത്തിലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ചിത്രം, മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചും അഭിനയിക്കുന്ന ചിത്രം, കുഞ്ചാക്കോ ഭഗത് ഫാസിലും അതുപോലെ നയൻതാര, രേവതി എന്നീ വേണ്ട താരങ്ങൾ, ഇവരെല്ലാം താരങ്ങളാണ്. താരങ്ങൾ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒറ്റയ്ക്ക് നിന്നാലും ഒരു സിനിമയൊക്കെ വിജയിപ്പിക്കാനും ഒക്കെ കഴിയുന്ന താരങ്ങൾ തന്നെയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച്, എനിക്ക് തോന്നുന്നു 2020 കഴിഞ്ഞതിന് ശേഷം ഈ താരങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു സ്ക്രീനിൽ വരിക എന്നുള്ളത് വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇതിനകത്ത് നായകൻ മമ്മൂട്ടിയാണെന്ന് പറയുന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പേര് ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു. മോഹൻലാൽ ഒരു കേണലിൻ്റെ കഥാപാത്രമായിട്ട് വരുന്നു. റഹീം നായിക് എന്ന് പറയുന്ന കേണലായിട്ട് മോഹൻലാൽ വരുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷ ഉണർത്തുന്ന കാര്യം. പക്ഷേ ഏപ്രിൽ എനിക്ക് തോന്നുന്നില്ല ദൃശ്യവുമായിട്ടൊരു ക്ലാഷ് റിലീഫിന് ഇവർ തയ്യാറാകുമോ എന്ന്. കാരണം വമ്പൻ 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ചിത്രം, 10ലധികം ഷെഡ്യൂളിൽ പൂർത്തീകരിച്ച ചിത്രം, ഏകദേശം 1 കൊല്ലത്തോളം എടുത്ത ചിത്രം, അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മേക്കിങ്ങിലൂടെയൊക്കെ ചിത്രം എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നാരായണൻ്റെ ചിത്രമായി ടേക്ക് ഓഫ് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. പക്ഷേ ഈ വമ്പൻ ബഡ്ജറ്റിൽ ഇറക്കുന്ന ഒരു ചിത്രം ഈ ദൃശ്യത്തിനോടൊപ്പം ക്ലാഷ് റിലീഫിന് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഒരുപക്ഷെ ദൃശ്യം മാർച്ച് പകുതി കഴിയുമ്പോൾ റിലീഫ് ചെയ്യാനുള്ളത്. ദൃശ്യം എന്ന് പറയുന്ന കുടുംബ പ്രേക്ഷകർ ആദ്യത്തെ ചോയ്സ് ദൃശ്യം തന്നെയായിരിക്കും. അതുപോലെ ഇത് പടം വിജയമാണോ പരാജയമാണോ നല്ലതാണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ദൃശ്യമെന്ന് കേട്ട് കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കാണുമെന്ന് 100% ഉറപ്പാണ്. ജോർജ് കുട്ടിയും കുടുംബം എന്ത് കാണിച്ചാലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത്രമേൽ ദൃശ്യം മലയാള സിനിമയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. ഇതിനിടയിൽ കുടുംബ പ്രേക്ഷകർ ഏറിയില്ലെങ്കിൽ 100 കോടി എന്നുള്ളത് വളരെയധികം സ്വപ്നമായിട്ട് അവശേഷിക്കും മമ്മൂട്ടിയെ സംബന്ധിച്ച്. മമ്മൂട്ടിയാണ് ഇതിനകത്ത് നായകൻ. അതുകൊണ്ട് ഈ ഏപ്രിൽ 9-ാം തീയതി ചിത്രം റിലീസ് ആകുമെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഏതായാലും കോടികൾ മുടക്കുമ്പം അതിനകത്തൊരു അഭിവാജ്യ ഘടകമാണല്ലോ മലയാള സിനിമയെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡ്. അത് കൃത്യമായിട്ട് അവർ ചേർത്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞെടുത്തു നിന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം വളരെ വലിയൊരു കഥാപാത്രമായി മാറി. നേരത്തെ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം ഉള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും ഇതൊരു വൻപൻ കഥാപാത്രമായി മാറി. ഇനി ചിത്രം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലാലേട്ടൻ തന്നെയാണോ ചിത്രത്തിൻ്റെ നായകനെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ശാരീരിക ആവശ്യതകൾ അദ്ദേഹത്തെ ബാധിച്ചു. അതുകൊണ്ട് സ്റ്റണ്ട് സീനിലൊക്കെ വളരെയധികം വെട്ടിക്കുറച്ച് മോഹൻലാലൊക്കെ സ്റ്റണ്ട് സീനിലൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ മകേഷ് നാരായണൻ്റെ ചിത്രമായിട്ട് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്, പുതുമയുള്ള ചിത്രം അദ്ദേഹം പലപ്പോഴും നമുക്ക് തന്നിട്ടുണ്ട്.
അതുതന്നെയാണ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുന്നത്. പക്ഷേ ഈ 100 കോടിയിൽ ഒരുക്കുന്ന ചിത്രമാകുമ്പോൾ ഇതിൻ്റെ കളക്ഷനും മേടിക്കണ്ടേ? അതൊരു അവസ്ഥയാണല്ലോ. 100 കോടി എന്ന് പറയുന്നത് 100 കോടിക്ക് മുകളിൽ എന്ന് പറയുന്നത് ഏകദേശം 250 കോടിയെങ്കിലും നേടിയെങ്കിൽ മാത്രമേ ഇതൊരു വമ്പൻ വിജയമായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലും ഫഹദ് ഫാസിലും നയൻതാരയൊക്കെ 100 കോടി ക്ലബിലെ അംഗങ്ങളാണ്. കുഞ്ചാക്കോവനും ഉണ്ട്. 2018 എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചാലും കുഞ്ചാക്കോ ബോബനും ഒരു 100 കോടി എന്ന് പറയാം. പക്ഷെ മമ്മൂട്ടിക്ക് ഒരു 100 കോടി ഇല്ല. അത് ഈ ചിത്രത്തിലൂടെ ഒരുപക്ഷെ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ഈ 250 കോടിയൊക്കെ നേടാനുള്ള കപ്പാസിറ്റി ഈ ചിത്രത്തിനുണ്ട്. ഏത് ചിത്രമാണെങ്കിലും നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ എത്ര ഹൈപ്പിൽ വന്നാലും ആദ്യ ഷോ തീരുമാനിക്കും. അത് പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ അത് വമ്പൻ വിജയത്തിലേക്ക് നീങ്ങും. എനിക്ക് തോന്നി, ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എത്ര ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ ആ ചിത്രം എത്ര നെഗറ്റീവ് പറഞ്ഞാലും അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് 100% ഉറപ്പാണ്. അത് ആദ്യ ദിവസത്തെ ഷോ കണ്ടു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ചില ബോറൻ ചിത്രങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളത് ഏറ്റെടുക്കത്തില്ല. യൂട്യൂബ് ചാനലുകൾ പലരും റിവ്യൂ ആയിട്ട് പല ചിത്രങ്ങളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം റിവ്യൂ ഒന്നും കാര്യമില്ല. ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അവർക്കിഷ്ടപ്പെട്ട ചില ഇതുണ്ട്. അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും ബുദ്ധിമുട്ടില്ല. ഏതായാലും ദൃശ്യവും ഈ മഹേഷ് നാരായണൻ്റെ ചിത്രവും തമ്മിലുള്ള ക്ലാഷ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ദൃശ്യത്തെ സംബന്ധിച്ച് ഇതൊന്നും ക്ലാഷൊന്നും അതിനെ ബാധിക്കുന്നില്ല. കാരണം 360 കോടിയോളം അതിൻ്റെ ബിസിനസ് നടന്നു എന്ന് പറയുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് എന്താണ് ക്ലാഷ്? അതൊരു കുടുംബചിത്രമാണ്. കൂടി വന്നൊരു 30-35 കോടിയിലൊന്നും കൂടുതൽ മുടക്കേണ്ടി വരത്തില്ല. 30 കോടി തന്നെ വളരെ കൂടുതലായിരിക്കും. കാരണം ലാലേട്ടന് കൊടുക്കുന്ന പ്രതിഫലം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതും ആശീർവാദാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പം അതിൻ്റെ മിക്കവാറും എല്ലാം ലാഭമാണ്. കാരണം വലിയ പ്രമുഖരായ താരങ്ങളൊന്നും ഇതിനകത്ത് വരുന്നുമില്ല. അതുകൊണ്ട് ദൃശ്യത്തെ സംബന്ധിച്ച് ഒരു 25-30 കോടിയിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിലുള്ള ചിത്രമായിരിക്കും, ലാലേട്ടൻ്റെ പ്രതിഫലം ഉൾപ്പെടെ. അപ്പോൾ അത് ഇപ്പം തന്നെ അത് വമ്പൻ ലാഭം നേടിക്കഴിഞ്ഞു. പിന്നെ അതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ മഹേഷ് നാരായണ ചിത്രത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഏതായാലും കാത്തിരിക്കാം എല്ലാ വിശേഷങ്ങളും അറിയാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.